റിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പോലീത്ത KP യോഹന്നാന്റെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. 12 മണിയോടെ വിലാപയാത്രയായി തിരുവല്ലയിലേക്ക് പുറപ്പെടും. അമേരിക്കയിൽ വെച്ച് പ്രഭാത സവാരിക്കിടെ വാഹനമിടിച്ച് പരിക്കേറ്റായിരുന്നു മരണം. ശശി, എന്തൊക്കെയാണ് ഈ സംസ്കാരം സംബന്ധിച്ചുള്ള വിവരങ്ങൾ? 12 മണിക്ക് വിലാപയാത്രയെ പ്രതിദേഹം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് തിരുവല്ലയിലേക്ക് പുറപ്പെടും. 4 മണിക്ക് നിരണം സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൽ 2ാം ഘട്ട ശുശ്രൂഷ നടക്കും. അതിനുശേഷം 5:45 തിരുവല്ലയിൽ പൗരാവലിയുടെ അനുശോചനം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് സഭയുടെ വക്താവ് സിജോ പന്തപ്പള്ളിൽ അറിയിച്ചിട്ടുള്ളത്. രാത്രി 7:30 സഭാസ്ഥാനത്ത് ഭൗതിക ശരീരം എത്തിക്കും. തുടർന്ന് 8 മണിക്ക് വിവിധ ഘട്ടങ്ങളിൽ ശുശ്രൂഷ നടക്കും. പൊതുദർശനം ഇന്ന് ഉണ്ടായിരിക്കില്ല. നാളെ രാവിലെ 20-ാം തീയതി രാവിലെ 9 മണി മുതൽ 21-ാം തീയതി രാവിലെ 9 മണി വരെയാണ് ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ മൃതദേഹം പൊതുദർശനം വെക്കുന്നത്. തുടർന്ന് രാവിലെ 9:00-ക്ക് ശേഷം 7ാം ശുശ്രൂഷ നടക്കും. അതിനുശേഷമായിരിക്കും 10 മണിയോടുകൂടി വിലാപയാത്രയെ മൃതദേഹം സംസ്കരിക്കുന്ന പള്ളിയിൽ എത്തിക്കും. 11 മണിക്ക് ഖബറടക്ക ശുശ്രൂഷകൾ നടക്കും. 12 മണിയോടുകൂടി ഈ ശുശ്രൂഷകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾക്ക്. ഏകദേശം 12 മണിയോടെ യോഹന്നാൻ മെത്രാപ്പോലീത്ത സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കും എന്നുള്ളതാണ് സഭ വക്താവ് സിജോ പന്തപ്പള്ളിൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, ശശിനാരായണ വിവരങ്ങൾ പങ്കുവച്ചത്. 12 മണിയോടെ കൊച്ചിയിൽ നിന്ന് മൃതദേഹം വിലാപയാത്രയായി പുറപ്പെടും തിരുവല്ലയിലേക്ക്.